ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ? അപ്പോൾ ആയോ? അങ്ങനെ രാവിലെ തന്നെ മമ്മി ആദ്യം സ്കൂളിൽ പോയി. അങ്ങനെ പതിവ് പോലെ തന്നെ മുടിയൊക്കെ കെട്ടി വെക്കണ്ടേ. രാവിലെ എഴുന്നേറ്റ് ഒരു സ്റ്റക്കാവില്ല, എന്താ ഏതാ എന്നൊന്നും ഒരു തിരിവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അടുത്ത രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മമ്മി ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കണം, അതാണ് ചിന്ത. അപ്പം നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകും. അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി ഫേസൊക്കെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. ഉലുവ വെള്ളമാണ് കുടിക്കുന്നത്, കണ്ടോ. അപ്പം രാവിലെ തന്നെ നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്, മഴയ്ക്ക് നല്ല കാലാവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു മഴ പ്രതീക്ഷിക്കുക. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ മൂവീസ് ഒന്നും അധികം കാണില്ല, എന്നാലും ടി വി വെക്കാൻ വിചാരിച്ചു. അപ്പം അതാ ഉപ്പും മുളകും. പിന്നെ ഞാൻ വിചാരിച്ചു സ്വപ്നക്കൂട് കാണാൻ. അങ്ങനെ അത് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ സമയം പോയി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കണം, മറന്നു പോച്ച്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ബ്രെഡ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 എഗ്ഗും നല്ലോണം ഓംലേറ്റ് ആയിട്ട് ബുൾസ ആക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ബുൾസ എല്ലാം കൂടെ മറ്റേ ഇന്ത്യയുടെ പതാക പോലെയാണ്. ബുൾസ എന്ത് പറയണ്ടേന്ന് എനിക്കറിയില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി എന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇതെന്താണെന്ന് മനസ്സിലായോ? ദിസ് ഈസ് അമൃതപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന കുറുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കുഞ്ഞു കുട്ടിയല്ല, എന്നാലും ഇത് ഹെൽത്തി അല്ല. ഇത് ഇഷ്ടമല്ലാത്തവരാരാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഏറെ ഉണ്ടാക്കുകയാണ്. ഓൺ മൈ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുടിച്ചോളൂ. അങ്ങനെ നമ്മൾ മോർണിംഗിൽ ഉണ്ടാക്കി വെച്ച ഉലുവ വെള്ളം നമ്മൾ കുടിച്ചു. ചെറു ചൂടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സിനിമ കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കാൻ പോവാണ്. സിനിമ തീരുന്നതിന് മുമ്പെങ്കിലും ഞാനിത് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് കയറിയപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. പുതപ്പൊന്നും മടക്കി വെച്ചില്ല, ഞാനല്ലേ മടക്കി വെക്കാനുള്ളൂ, വേറെ ആരും മടക്കി വെക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുതപ്പൊക്കെ നല്ല വൃത്തിയായി മടക്കി വെച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ പുതപ്പൊക്കെ മടക്കി വെച്ചാലും ഞാൻ പിന്നെയും വന്ന് കിടക്കുമ്പോൾ പിന്നെയും ഞാൻ അലസമാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിലും നല്ല നീറ്റായിട്ട് കിടക്കും. കാരണം ഞാൻ വൈകുന്നേരം വരുന്നവരാരും കിടക്കാനില്ലല്ലോ. ബട്ട് വീട്ടിൽ മമ്മി ഉണ്ടെങ്കിൽ കിടക്കും. ഞാൻ ബുക്കുകളൊന്നും അത്രയ്ക്കധികം വായിക്കത്തൊന്നുമില്ല. പക്ഷേ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ബുക്കുകളൊക്കെ എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ഞാൻ അധികം ബുക്കുകളൊന്നും ഇതുവരെ വായിച്ചിട്ടില്ല. ഒരു 2-3 ബുക്കൊക്കെ ഞാൻ ഇതുവരേക്കും വായിച്ചിട്ടുള്ളൂ. പക്ഷേ വായിക്കുന്ന ബുക്കുകളൊക്കെ അടിപൊളി ബുക്കാട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, ഞാൻ മാത്രം വായിച്ചില്ല. ഇപ്പോഴാണ് വായിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇത് വായിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർക്കാൻ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ബുക്കിലുള്ള കഥാപാത്രങ്ങളും എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു. അങ്ങനെ ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വല്ലപ്പോഴും വീട്ടിൽ നിൽക്കുമ്പോൾ മുടി ചീകുക. ഞാനങ്ങനെ മുടി ചീകാറില്ല, കാരണം മുടി ചീകാനൊന്നും ഇല്ല. അങ്ങനെ മുടിയൊക്കെ ചീകി വെച്ച് കെട്ടി. അങ്ങനെ പുറത്ത് പോകാനുണ്ടായിരുന്നു. പുറത്ത് പോയിട്ട് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ പ്രിൻ്റ് എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ നല്ല ആംബിയൻസ്. പിന്നെ നമ്മൾ ന്യൂമാർട്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് കുറേ കപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഒരു 3-4 സാധനങ്ങൾ മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകും. അങ്ങനെ പോയി വന്ന കുറച്ച് 3 സാധനങ്ങൾ കാണിക്കാനുള്ള പട്ടി ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ലേസ് മേടിച്ചു. കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനൊരു ക്രേവിങ്സ് കൂടി. അപ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, കാണുമ്പോൾ മേടിക്കും. അത് മേടിച്ചു. പിന്നെ ഞാൻ പ്രിൻ്റ് എടുക്കാൻ പോയ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ പ്രിൻ്റ് എടുത്തു. മെയിനായിട്ടും ഉള്ള ഐറ്റമാണ് ദിസ്. ഒരു കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ആയപ്പോൾ ഞാൻ അപ്പം തന്നെ ഇങ്ങനെ എടുത്തു. അടിപൊളി കപ്പ് എന്ന് വെച്ചാൽ സെറ്റ് കപ്പ്. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ നല്ല അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ബുക്ക് അപ്പം തന്നെ എടുത്തു. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് കപ്പില്ല. ഒരു കപ്പ് ഉണ്ടായിരുന്നു, ആ കപ്പ് പൊട്ടിപ്പോയി. അങ്ങനെ ഞാൻ കപ്പിനോട് വലിയ പ്രേമി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കപ്പ് മേടിക്കാനും പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടും അടിപൊളിയായപ്പോൾ കപ്പ് മേടിച്ച ഒരു സന്തോഷത്തിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കുറുക്ക് ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. കുറച്ച് തണുത്ത് പോകാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതുപോലെ ഞാനത് പാലും കൂടി വെച്ചപ്പോൾ അടിപൊളി. അപ്പോൾ കപ്പ് കിട്ടിയൊരു സന്തോഷത്തിലുള്ള പട്ടി ഷോ. അങ്ങനെ മുടിയൊക്കെ കെട്ടി എങ്ങോട്ടല്ല നമ്മുടെ മുടിയൊക്കെ കെട്ടിയൊരു സ്കിൻ കെയർ. അപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക. ഞാൻ ഡെംഡോക്കിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫേസ് വാഷ് എടുക്കാം, നോ പ്രോബ്ലം, കുഴപ്പമില്ല. അങ്ങനെ കണ്ടില്ലേ, മുഖത്തൊക്കെ ആകെ പതപ്പിച്ച് ഞാൻ വന്നിരിക്കുകയാണ്. ഒരു 5 മിനിറ്റെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകണം. ഞാൻ എവിടെയോ വായിച്ചില്ല, എവിടെയോ കേട്ടിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞ് വീഴത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, മെസ്സേജൊക്കെ ചെയ്തെന്ന്. അത്യാവശ്യം കഴിയാൻ നല്ലതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കഴിയുന്നു. കണ്ണിൽ ഒരച്ച് ലാസ്റ്റ് കണ്ണിൽ പോയപ്പം നല്ല സന്തോഷമായി. എന്നിട്ട് തീർന്നില്ല പട്ടിഷോ. ഇത് ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ബീറ്റ്റൂട്ട് പൗഡർ.
അപ്പം ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ബീറ്റ്റൂട്ട് പൗഡറും പിന്നെ ഇതിനകത്ത് ഞാൻ കേടുമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നല്ല കട്ടിയായിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല പുളിയൊന്നുമില്ലാതെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ മുഖത്ത് തേക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനകത്തേക്ക് ഞാൻ ബീറ്റ്റൂട്ട് പൗഡറും പിന്നെ തൈരും കൂടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർക്കട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. അപ്പം ഇത് മുഖത്ത് തേക്കുന്ന പട്ടിഷമാണ്. ഞാൻ ഇതുവരെ ഇത് തേച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് തേച്ച് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. വെളുക്കുമോ? കുടുംബം വെളുക്കും മിക്കവാറും. അങ്ങനെ അത്യാവശ്യം ഫേസിൽ നല്ല ഡാർക്ക് സർക്കിളുണ്ട് ഗൈസ്. അതാണ് ഫേസിൽ മെയിനായിട്ട്. ഡാർക്ക് സർക്കിൾ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ, കമൻറ്റ് ചെയ്യൂ, ഞാനത് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇത് തേച്ചപ്പോൾ ഭയങ്കര മറ്റേ എന്താ പറയുക, ചോര എടുത്ത് തേക്കുന്നു. അങ്ങനെ വാരിപ്പറക്കി കയ്യിലും കാലിലും ഒക്കെ തേച്ചിട്ടുണ്ട്. കണ്ടിട്ട് എനിക്ക് എന്നെ പേടിയാണ്. ഭയങ്കര റെഡിഷ് ആയിട്ടുള്ള കളറാണ്. ബട്ട് വെളുത്ത് മക്കളെ, വെളുത്ത് അടിപൊളി കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്യട്ടോ. അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് പൗഡർ സെറ്റാണ്, പക്ഷേ നല്ലോണം എന്താ പറയുക, നല്ല ബ്രൈറ്റായി മുഖത്തുള്ള ഡൾനെസ്സൊക്കെ പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് തേക്കുന്നത്, എന്നാലും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ മുഖമൊക്കെ തിളക്കി. അല്ലു അർജുൻ്റെ ഒരു സിനിമ കാണാണ്. നിങ്ങൾ അല്ലു അർജുൻ്റെ ഫാനാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഉച്ചക്കത്തെ കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കറികൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, മീൻ പൊരിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചൊരു മോര് കറിയും കൂടെ വെക്കാം. ഓൺ മൈ ഫേവറേറ്റ് ആണ് മോര് കറി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മോര് കറിയും കൂടെ വെച്ചിട്ട് മീനും പൊരിച്ച് പപ്പടം പൊള്ളിച്ച് പിന്നെ അങ്ങനെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ലേശം ആഡംബരം വേണ്ട, നമുക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഓണപ്പോലെ എന്ന് പറയുന്ന പോലെ കഴിക്കാം. ഈ മോര് കറി ഉണ്ടാക്കുന്നതിന് ഒരു കഥയുണ്ട്. കഥയെന്നല്ല, ഞാൻ ഫസ്റ്റായിട്ടൊരു ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പറയുമ്പം മോര് കറിയാണ്. കാരണം മോര് കറി എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ അമ്മ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അമ്മ വീട്ടിൽ നിന്ന സമയത്ത് എൻ്റെ അമ്മച്ചി എന്നും എനിക്ക് മോര് കറി ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോര് കറി ഇല്ലാതെ ഒന്നും കഴിക്കത്തില്ല. സ്കൂളിൽ അന്ന് ഞാൻ പോത്തത് പോലും ഇല്ല. എന്നാൽ മോര് കറി ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് പോലും കഴിക്കത്തില്ല. അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു ഞാൻ. പക്ഷേ നമുക്ക് പണ്ട് ചെറുപ്പത്തിൽ കുറച്ച് വാശികളും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയില്ല അവരുണ്ടാക്കുന്ന എഫേർട്ട് എത്രയാണ്, അല്ലെ അവർ നമ്മളെ എങ്ങനെയാണ് സ്കൂളിൽ പറഞ്ഞു വിടുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് വേണ്ടി ഒരു സാധനം നമുക്കത് കിട്ടിയേ മതിയാവും. അല്ലെങ്കിൽ കച്ചറുണ്ടാക്കി വാശി പിടിച്ച് സ്കൂളിൽ പോകാതിരുന്ന്. പക്ഷെ കുറച്ചൊക്കെ വലുതായി നമ്മൾ ആ ഒരു അവസ്ഥയിലൊക്കെ എത്തുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും, അതുമല്ല കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ അമ്മച്ചിയുടെ കാര്യം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മച്ചീനെ. ഞാൻ ചെറുപ്പം മുതൽ നാട്ടിലാണ് നിന്നിട്ടുള്ളത്. അപ്പം നാട്ടിൽ നിന്നത് കൊണ്ട് തന്നെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡും, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അമ്മച്ചിയാണ് ഫസ്റ്റായിട്ട് എനിക്ക് മോരുകറി ഉണ്ടാക്കാൻ പഠിച്ചത്. എൻ്റെ എല്ലാ ഫസ്റ്റ് ബിഗിനിങ്ങും എൻ്റെ അമ്മച്ചിയാണ്. എല്ലാം തുടക്കം എൻ്റെ അമ്മച്ചിയാണ് ഇടാറ്. എന്തുണ്ടാക്കാൻ പഠിപ്പിച്ചാലും അമ്മച്ചിയാണ്. പിന്നെ മമ്മിയും പറഞ്ഞു തരും കേട്ടോ. മമ്മി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ തരും. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ മോരുകറി അങ്ങനെയല്ല. മോരുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോരുകറി ഞാൻ പല സ്റ്റൈലിലും ഉണ്ടാക്കും. പക്ഷേ എനിക്ക് തേങ്ങ അരച്ച മോരുകറി കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ ഉണ്ടാക്കുന്നതില്ല. പക്ഷേ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്നതിൽ സാധാ ഇതുപോലെ മോരുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ ആൾക്കാരുണ്ടാക്കുന്ന ഫുഡിന് എന്ത് ടേസ്റ്റാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അമ്മച്ചീൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിച്ച് എൻ്റെ അമ്മച്ചി നല്ലോണം ഫുഡ് ഉണ്ടാക്കും, മമ്മി നല്ലോണം ഉണ്ടാക്കും, പിന്നെ എൻ്റെ കുഞ്ഞാൻ്റി നല്ലോണം ഉണ്ടാക്കും. കുഞ്ഞാൻ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മീനെ അനിയത്തി. കുഞ്ഞാൻ്റി നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കും. അവരുടെയൊക്കെ ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ നാട്ടിൽ പോകണം ഗൈസ്. അതിന് പത്തനംതിട്ട കൊല്ലം വരെ ഞാൻ അങ്ങനെ പോകണം. അതുകൊണ്ട് അങ്ങനെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ അവരുടെ ഫുഡ്. കാരണം ഞാൻ വല്ലപ്പോഴേ നാട്ടിൽ പോകാറുള്ളൂ. നാട്ടിൽ പോകുന്ന അവസ്ഥകൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഈ മീൻ മാന്തൽ എന്നാട്ടോ ഇവിടെ പറയുന്നത്. ഇന്നലെ പോയപ്പം മാന്തൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ. മാന്തൽ എന്നാണ് ഇവിടെ പറയാം, അവിടെ എന്താ പറയുന്നത് എനിക്കറിയാം. അങ്ങനെ ചോറ് റെഡിയായി, ചോറ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം സിനിമ കണ്ടുറങ്ങിപ്പോയി. നമ്മളുടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ നല്ല സിനിമ കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. സിനിമ കണ്ട് ഞാൻ ഉറങ്ങിപ്പോയെന്ന് വേണം ഞാൻ പറയാൻ. അങ്ങനെ ടൈം വൈകിയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയി ഞാൻ കുളിച്ച് സുന്ദരിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് നിർത്തില്ല, ഇത് രണ്ടാമത്തെ കുപ്പി എങ്ങനെയാണിത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലില്ല, ഉണ്ട്. അങ്ങനെ ഇത് കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഇടാം കേട്ടോ. ബോഡിയിൽ എല്ലായിടത്തും ഇടാൻ പറ്റുന്ന ഒരു സാമ്പ്രബടി സംഭവങ്ങളാണ്. ഞാൻ അങ്ങനെ ക്രീമിനോടൊന്നും എനിക്ക് വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് എല്ലാത്തിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പെർഫ്യൂംസിനാണെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്യുന്ന എന്ത് ക്രീമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം സോ ക്രേസി.
ആ ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ ലിപ്പ് കണ്ടില്ലേ ഉണങ്ങി ചുക്കടിച്ചോലിരിക്കുന്നത്, അതെപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ലിപ് ബാമാണ് ഗൈസ്. ഒന്നുമില്ല, ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. കുറച്ച് വാസ്ലീനും കുറച്ച് ഹണിയും പിന്നെ ബീറ്റ്റൂട്ട് പൗഡറും അതും കൂടി ഇട്ട് നല്ലോണം മിക്സാക്കി എൻ്റെ ചുണ്ടിൽ ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ വലുതായിട്ട് ലിപ് ബാം ഒന്നും യൂസ് ചെയ്യുന്ന, കുറേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ചുണ്ട് മറ്റേ മുരടടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ലിപ് ബാം എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട് ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയിൽ നല്ലൊരു ലിപ് ബാം ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ആക്കിയതാണ്. അപ്പം ഇനി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാം. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ പൊരിച്ചതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, കോളിഫ്ലവർ പൊരിച്ചത്. ഈ കോളിഫ്ലവർ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷേ എന്താ പറയുന്നത്, കോളിഫ്ലവർ കഴിക്കാനൊക്കെ നല്ല രസമൊക്കെ ആണ്. പക്ഷേ ഇത് മെനക്കെട്ടെടുക്കാൻ കുറച്ച് പണി. ഇതിനകത്ത് മെയിനായിട്ട് വേഗം പുഴു കയറുന്ന ഒരു ഐറ്റമാണ് ഈ കോളിഫ്ലവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോളിഫ്ലവർ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അത് വൃത്തിയാക്കി പൊരിക്കാൻ വേണ്ടി നിൽക്കരുത്. അത് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതൊക്കെ ഇട്ട് ഒരു 10-15 മിനിറ്റ് സെറ്റായിട്ട് പിന്നെ നമ്മൾ മാവ് ഉണ്ടാക്കിയിട്ട് മാവിനകത്തേക്ക് ഇടണം. പിന്നെ ഞാൻ മാവ് ഉണ്ടാക്കുന്ന കാര്യം വലുതായിട്ട് പറയേണ്ട ആവശ്യമില്ല. കടലമാവ്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മാവ് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതൊക്കെ കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇത് മിക്സ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിലും ഇടാം കേട്ടോ. പക്ഷേ മുളക് പൊടി ഇട്ടാൽ കുറച്ചുകൂടെ നമുക്ക് എരിവ് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ചായ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് കോളിഫ്ലവറൊക്കെ പൊരിക്കണമല്ലോ. അപ്പോൾ നല്ലോണം എല്ലാം ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ നല്ലോണം കറുമുറായിട്ട് പൊരിക്കണം. തീ കുറച്ചിട്ട് പൊരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്നെപ്പോലെ ലേശം കുറച്ച് കരിഞ്ഞു പോവാൻ സാധ്യത വളരെ കൂടുതലായി തോന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ ലേശം കുറച്ചിട്ടിട്ട് പൊരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് ഞാനിട്ട് കുറച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഉപ്പ് കൂടിപ്പോകാൻ ആദ്യം നിങ്ങൾ നോക്കണം ഗൈസ്. അതാണ് മെയിനായിട്ട് വേണ്ടത്. അങ്ങനെ ഞാൻ മുടിയൊക്കെ നല്ലോണം അയച്ചിട്ട് സുന്ദരി കുറ്റിയായി. പിന്നെ ഞാൻ മമ്മീൻ്റെ അടുത്തേക്കാണ് പോയത് ഗൈസ്. മമ്മീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറയുകയാണ്, മമ്മി എന്തൊക്കെ രസമുണ്ടോ. മമ്മി പറയണത്, മോളെ നല്ല രസമുണ്ട്, നീ ഉണ്ടാക്കിയതല്ലേ, പിന്നെ രസം ഇല്ലാതിരിക്കുമോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മമ്മിക്ക് വേണ്ടി വേറെ ചായ ഞാൻ ചൂടാക്കുകയാണ്. അപ്പോഴത്തേനും ഞാൻ തിന്നുകയാണ്. ഞാൻ ഉണ്ടാക്കിയ കാര്യമായതുകൊണ്ട് പറയാമല്ലോ, ഇത്രയും ടേസ്റ്റ് ഇതിനുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ചായ കുടിച്ചുകൊണ്ടിരുന്നു. ആ കപ്പ് നിറയണമെങ്കിൽ ഞാൻ ഒരു പാക്കറ്റ് പാലും അതിനകത്ത് തിളപ്പിച്ച് വെക്കണം, കാരണം അത്രയ്ക്കും കൊള്ളുന്ന കപ്പാണ്. എപ്പോഴും ചായ കുടിക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും ആലോചിച്ചാണ് കുടിക്കാറ്. പിന്നെ ഞാൻ സ്നാക്കായിട്ടൊരു ബന്ന് കഴിച്ചു. ബന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോ ക്രീം ഇങ്ങനെ ഒഴുകി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബൈ.